നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഓം പ്രകാശ്. ഞാൻ എസ് മെഡിക്കൽ സെൻ്ററിൽ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജനായി വർക്ക് ചെയ്യുന്നു. ഞാനിന്നിവിടെ സംസാരിക്കുന്ന വിഷയം പ്രൈമറി കെയർ ഓഫ് ബേൺസ് അഥവാ ഒരു പൊള്ളലേറ്റ വ്യക്തിക്ക് നൽകേണ്ട പ്രാഥമികമായ ശുശ്രൂഷയെ പറ്റിയാണ്. ആദ്യമേ തന്നെ ആ വ്യക്തിയെ ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്തിലേക്ക് മാറ്റേണ്ടതാണ്. പൊള്ളൽ വിദ്യുച്ഛക്തി അഥവാ ഇലക്ട്രിസിറ്റി മൂലമാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് ഓഫാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ആ പൊള്ളലേറ്റ ഭാഗം ചെറിയ തണുത്ത വെള്ളത്തിൽ 10 മുതൽ 15 മിനിറ്റ് വരെ കഴുകേണ്ടതാണ്. ഇത് പൊള്ളലിൻ്റെ മുറിവിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. അതിനുശേഷം ആ വ്യക്തി പൊള്ളലേറ്റ ഭാഗത്ത് മോതിരം, വള തുടങ്ങിയവ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരത്തിന് ശേഷം ഈ ഭാഗത്ത് നീര് വന്ന് വീർക്കാൻ സാധ്യതയുള്ളതുമാണ്. അതിനുശേഷം നിങ്ങൾക്കത് ഊരാൻ ബുദ്ധിമുട്ടുമായിരിക്കും. പൊള്ളലേറ്റ ഭാഗത്ത് സിൽവർ സൾഫർ ഡയോക്സൈഡ് അടങ്ങിയ ലോഷൻ അഥവാ ക്രീം പുരട്ടേണ്ടതാണ്. പൊള്ളൽ മൂലം കുമിളകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരം കുമിളകൾ പൊട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊള്ളലേറ്റ ഭാഗം ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു തുണി അഥവാ ഗോസ് ഉപയോഗിച്ച് കവർ ചെയ്യുക. കാല്, കൈ തുടങ്ങിയ സ്ഥലങ്ങളാണ് പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഒരു തലയണ ഉപയോഗിച്ച് ഇത് പൊക്കി വെക്കുകയാണെങ്കിൽ നീര് വരുന്നത് തടയാൻ സഹായിക്കും. ഇത്രയുമാണ് നിങ്ങൾ നൽകേണ്ട പ്രാഥമികമായ ശുശ്രൂഷ. ഇതിനുശേഷം പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് ബേൺ കെയർ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. എസ് മെഡിക്കൽ സെൻറ്റർ കോട്ടയത്തിൽ പൊള്ളലിൻ്റെ മുറിവുകളുടെയും എല്ലാത്തരം ചികിത്സകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുക. താങ്ക് യു.